ഐസിന് ഓസ്കാന ടാങ്ക് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോവാണ്. വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോനെ അയ്യോ, ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അയ്യോ, ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ അന്നേരം ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വെക്കാം ഗൈസ്. കുറച്ചേരം ഇങ്ങനെ തന്നെ വെക്കാം. അങ്ങനെ കുറച്ച് നേരം വെച്ചിട്ടുണ്ട്. നമുക്ക് റിലീസ് ചെയ്യാം. കുറച്ച് മെത്തരെങ്കിലും നമുക്ക് ഒഴിക്കാം. ഓക്കെ, സെറ്റ്. ഓസ്കാറിൻ്റെ ടാങ്ക് ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ബ്ലൂ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇറക്കണം. ഇപ്പം സെറ്റായി ഗൈസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഗൈസ്. കുറച്ച് വലിയ വീഡിയോ ഞാൻ കുറേ ദിവസമായിട്ട് ആലോചിക്കുന്നു. എല്ലാവരും സബും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഓസ്കാറിൻ്റെ പുതിയ ഫുഡ് ഉണ്ട്. കളർ വയ്ക്കാനുള്ള എല്ലാം മീൻ്റെ ഫുഡാണ്. പിലോപ്പി പിലോപ്പിക്ക് ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിച്ചെല്ലാം കളർ വയ്ക്കുന്നു. പുതിയ ട്രെയിനിങ്ങും പഠിപ്പിച്ചു. നമ്മളെ അടുത്തോട്ട് അവർ വരും. കണ്ടോ, എന്നെ കടിച്ചു ഗൈസ്, എന്നെ കടിച്ചു. അയ്യോ, പ്രത്യേകിച്ച് വേദന കൊടുത്തില്ല. അമ്മേ, കടിക്കുമ്പോൾ അത്ര വേദന കിളിക്കില്ലേ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് കൈ എടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മളുടെ വലിയ ഓസ്കാറിന് കൊടുക്കാം. ഈ കുഞ്ഞ് ഓസ്കാർ 4 ആകുമ്പോഴേക്ക് സെറ്റാവും. അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ഗൈസ്. ഇപ്പോൾ തന്നെ ഞാൻ ചെമ്മീൻ്റെ ഫുഡ് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഗൈസ് ദേ നമ്മുടെ ഓസ്കാറും പുലുവാഹയാണ് ഞങ്ങൾക്ക് ക്ലിയർ ആവില്ല എന്ന് എനിക്കറിയാം. ഓസ്കാർ കുറച്ച് വെളുത്തു പോയാൽ നിങ്ങൾക്ക് തോന്നും. അഗ്രഷൻ കണ്ടോ പുലുവാഹയുടെ ഭയങ്കര ഫ്ലെക്സിബിൾ ബോഡി ആയതുകൊണ്ട് ആ സ്ട്രൈക്ക് നിങ്ങൾ കാണുമെന്ന് എനിക്കറിയില്ല. കുറച്ച് ദൂരത്തോട്ട് ഇട്ട് കൊടുത്താൽ കൈസ് കണ്ണത്ത് കിടന്നു. ഇവിടെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ഉള്ളതുകൊണ്ടേ ഓസ്കാർ അങ്ങനെ കിട്ടൂല.
ഓസ്കാർ കിട്ടണമെങ്കിൽ നമ്മൾ വേറെ രീതി ചെയ്യണം. ഗൈസ് ഈ മീനിനെ കൊടുക്കാൻ പോകുന്നത് ചെല്ലിയാണ്. നേരത്തെ ഒരു കോളൊന്നു പോയി കൊടുക്കാം. കണ്ട പറ്റിയതാണ് ഗൈസ്. ഓസ്കാർ കൊടുക്കായിട്ടൊരു വഴിയുണ്ട്. അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഗൈസ് അത് പാടിപ്പോയി. എന്നാലും നമ്മൾ വീണ്ടും ചെയ്യും. ഒരാഴ്ചയുടെ അവർ പോട്ടെ. ഇങ്ങനെ പറ്റിക്കേണ്ട വരും. ഗൈസ് ദേ വിഷമമാണില്ല. ഓസ്കാറൊന്നും കിട്ടണില്ല. നമുക്ക് അടുത്ത മീൻ ഒരു കാര്യം പറ്റി. അത് ഞാൻ കാര്യം എന്താണ് ഗായ്സ്, നിങ്ങൾ ഇതിനകത്ത് 2 കോളിഷനെ കാണുന്നു. അതിനകത്ത് 2 കോളിഷനെ ഇതിനകത്ത് ഒരു വലിയൊരു മാക്കാൻ തവള വന്ന് പിടിച്ചുകൊണ്ട് പോയി ഗായ്സ്. അതുകൊണ്ട് ഇപ്പോൾ 2 കോളിഷുള്ളൂ. ഇനി ഉടനെ നമ്മൾ അടുത്ത ആഴ്ച എപ്പോഴൊക്കെ പോയി 2 കോളിഷൻ വലുത് വാങ്ങും. അപ്പം അതിൻ്റെ കൺഫ്യൂഷൻ ഞങ്ങളിടും. നമുക്കിപ്പോൾ ഇത് തീറ്റ കൊടുക്കാം. കുറച്ച് മതി, ഓവറായ പണിയാ. തവളല്ലാത്ത ഞാൻ തിന്നു ഗൈസ്. തവള ഇനി വീണ്ടും വരാതിരിക്കാൻ വേണ്ടി അതിനൊരു ചെറിയ ഹോളുണ്ടായിരുന്നു, ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. ആ 2 കോളിഷിന് സാധനം തിന്നു, വലിയ തവള. തവളയുടെ വലുപ്പം ഞാൻ നോക്കണമെങ്കിൽ എൻ്റെ കയ്യിൻ്റെ ഇത്രയെങ്കിലും ഉണ്ടാവും. വലിയ തവളയാ. എൻ്റെ അടുത്ത് ഇണക്കാൻ ഞാൻ ഇങ്ങനത്തെ ഉരുണ്ടിരിക്കുന്ന കോളിഷിനെ കൂടുതൽ ഇഷ്ടം ഗൈസ്. അല്ലാണ്ട് ഇതിൻ്റെ വാല് കൂടിയതിനെ കാണുമ്പോൾ എന്തോ പോലെ രസം കൊണ്ട് തോന്നല്ല. ഇവരിപ്പിന്നെ ഇവിടെ ഫുഡ് എടുക്കട്ടെ. നമ്മളായിട്ട് ഇങ്ങനെ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്കത് ഇറിറ്റേഷൻ ആവില്ലേ. തോന്നായിട്ട് ഇതിൻ്റെ ടാങ്കൊന്ന് നമുക്ക് വൃത്തിയാക്കണം. ഇങ്ങനെ കല്ല് കയറ്റിട്ടാം. അപ്പോൾ സീനില്ല. ചോറ് വയ്ക്കുമ്പോൾ അമ്മേ നമ്മൾ ഓസ്കാറിൻ്റെ അവസ്ഥ നോക്കാം. അതിപ്പോൾ ഇങ്ങനെ കിടക്കുള്ളൂ. നാളെ ആകുമ്പോഴേക്കും സെറ്റാവും, ഒരാഴ്ച കഴിയുമ്പോഴേക്കും. ലാസ്റ്റായിട്ട് പിലോപ്പിയുടെ തീർത്ത് ഞാൻ ഫുഡ് കൊടുക്കണ ഞാൻ കാണിച്ചില്ലല്ലോ ഗൈസ്. ഞാൻ ഇപ്പം ഇടാൻ പോവാണ്. നിങ്ങളെല്ലാവരും കാണുക. എല്ലാവരുടെ ആക്ടിവിറ്റീസ് ഉണ്ടാവും. എല്ലാവരും തിന്നണ്ട.
ലോപ്പി എത്ര കൊടുത്താലും തിന്നോളും. പക്ഷെ നമ്മൾ അങ്ങനെ കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ അവർ വയറ് പൊട്ടിച്ചാവും. അത് കുറച്ചും കൂടി ഉണ്ട്, നമുക്ക് ഇട്ടെടുക്കാം. അത് 10 ഉണ്ടായതാ. ഞങ്ങൾ വാങ്ങിയ സ്ഥലത്ത് ഒരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ പറഞ്ഞു ആ പുലിവാഹയുടെ കൂടെ ഇട്ടാൽ കുഴപ്പമില്ല എന്നാണ്. ആ ഓസ്കാറിൻ്റെ കൂടെ ഇട്ടാലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ആ പുലിവാഹയില്ലേ, ഇതിനകത്തുനിന്ന് ഇപ്പോൾ ഇത് 6 4 അത് ആ പുലിവാഹ വലിയത് തിന്നു കൊടുത്തുന്നുള്ളതാണ്. വിഴുങ്ങി ഫുള്ളായിട്ട്. എൻ്റെ വായനേക്കാൾ വലിയ സാധനം വിഴുങ്ങി. അപ്പോൾ അത് 6 4 പോയി. ഞങ്ങൾ മീനെ വാങ്ങും. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ കാട്ടാം ഗൈസ്. ഏറ്റവും ഡേഞ്ചർ മറ്റൊക്കെ ഓടിക്കണുണ്ടോ? അവൻ സീനില്ല, പക്ഷെ ഓടിക്കുള്ളൂ. നമ്മളിങ്ങനെ കൈയിടുമ്പോഴേക്കും അഗ്രഷൻ കണ്ട വലുതായി കഴിഞ്ഞാൽ നല്ല കടി അടിക്കില്ല. ഇതിപ്പോൾ കുഞ്ഞാകൊണ്ടാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ഇറ്റ്സ് മീ ഹോബിസ്റ്റ് അഭിഷേക് signing out.